ചുറ്റുമുള്ള മനുഷ്യരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ആഹാരവും ഒരുക്കി വയ്ക്കുന്നവർ. നമുക്കറിയില്ല നമുക്ക് ചുറ്റും വിശക്കുന്ന എത്ര പേരുണ്ടെന്ന്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. പൈസയല്ല, പകരം ഭക്ഷണം നേർച്ചയായിട്ടിടുന്ന ഒരു കപ്പേളയുണ്ട്. ചങ്ങനാശ്ശേരി അരമനയുടെ മുൻപിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ കപ്പേളയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം നേർച്ചയായിട്ട് വയ്ക്കുന്നുണ്ട്. മനുഷ്യരിൽ ദൈവത്തെ കാണുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. വളരെ മാതൃകാപരമായ ഒരു കാഴ്ചയാണ് വർഷങ്ങളായിട്ട് ഈ ചങ്ങനാശ്ശേരി അരമനയ്ക്ക് മുൻപിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ കപ്പേളയിൽ വിശ്വാസികൾ ഭക്ഷണം നേർച്ചയായിട്ട് സമർപ്പിക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു പെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട് മെഴുകുതിരി സ്റ്റാൻഡിനോട് ചേർന്ന്. തങ്ങളുടെ ജന്മദിനവും വിവാഹ വാർഷിക ദിനവും മരിച്ചവരുടെ ഓർമ്മദിനങ്ങളിലുമൊക്കെ ഭക്ഷണപ്പൊതികളാണ് ഈ കപ്പേളയിൽ അവർ വയ്ക്കുന്നത്. ഇനി അതല്ലാതെ ഒരു നിയോഗമായിട്ടും ആഴ്ചയിലൊരിക്കൽ രാവിലെ ഭക്ഷണം നേർച്ചയായിട്ട് വയ്ക്കുന്നവരുമുണ്ട്. ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവയൊക്കെ തിരികെയും ചെയ്യും. രാവിലെ പല ആളുകളും ഇത് പ്രതീക്ഷിച്ച് ഈ കപ്പേളയിൽ എത്തുന്നവരുണ്ട്. അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസത്തോടു കൂടി വന്ന് നേർച്ച ഭക്ഷണമായിട്ട് എടുക്കുന്നവരുമുണ്ട്. ഒരുപക്ഷെ നമുക്കറിയില്ല നമുക്ക് ചുറ്റും വിശക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത്. ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കർത്താവെ, എപ്പോഴാണ് നിന്നെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും കണ്ട് നിനക്ക് ഭക്ഷിക്കാനും കുടിക്കാനും തന്നത്? അതുപോലെ എപ്പോഴാണ് നിന്നെ പരദേശിയായിട്ട് കണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ്. അതായത് മനുഷ്യരിൽ ഈശ്വരനെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. കടത്തിണ്ണയിലും തെരുവോരങ്ങളിലുമൊക്കെ ആരോരുമില്ലാതെ കിടക്കുന്നവർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ചു നൽകി മിന്നായം പോലെ മാറി മറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ചില സന്നദ്ധ സംഘടനകൾ, നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ഗവൺമെൻറ് ആശുപത്രികളിലും ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ആരുമില്ലാത്തവർ, പാവപ്പെട്ടവരായ നിർധനരായ രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്കുമൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട്. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. കുരിശുമൂട് മീഡിയ വില്ലേജിൻ്റെ സാമൂഹിക സേവന വിഭാഗമായ ചാരിറ്റി വേൾഡിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സേവാഭാരതിയുടെ പ്രവർത്തകരും ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർക്കുമൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യരിൽ ദൈവത്തെ കാണുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. കേരളത്തിലെ പ്രശസ്ത ധ്യാനചിന്തകനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് കട്ടുകാടിൻ്റെ ആശയത്തിൽ ഉടലെടുത്ത ഒരു സംരംഭമാണ് അഞ്ചപ്പം ഭോജനശാല. ഒരുപാട് പേർക്ക് ഒരു നേരത്തെ വിശപ്പകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണത്. അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും വിശന്നിരിക്കരുതെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പണമുള്ളവനും ഇല്ലാത്തവനും വലിയവനും ചെറിയവനുമെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷിക്കുക എന്നുള്ള ഒരു ആശയം നടപ്പിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് കേരളത്തിലെ 8ഓളം സ്ഥലങ്ങളിൽ ഈ അഞ്ചപ്പം ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് അതിലേക്ക് കടന്നു വരുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിലെ അഞ്ചപ്പം ട്രസ്റ്റാണ് ഈ ഭോജനശാലയുടെ പ്രവർത്തനം 7 വർഷത്തിലധികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി ആളുകളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഈ ഭക്ഷണശാലയിൽ ക്യാഷ് കൗണ്ടർ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു തുക നമുക്കിവിടെ നിക്ഷേപിക്കാം. കൂടാതെ ഒരു ദിവസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി അതുകൂടാതെ അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ നമുക്ക് എത്തിച്ചു നൽകാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ, അതുപോലെ തന്നെ ചേന, ചേമ്പ്, വാഴക്കുല എന്നിവയുമൊക്കെ ഇവിടെ എത്തിച്ചു നൽകുകയും ചെയ്യാം. പുറമേ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം ഇവിടെ സ്വീകരിക്കുകയില്ല. പകരം ഇവിടെ തന്നെ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് പാചകം ചെയ്ത് വിളമ്പിക്കൊടുക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു 3 ജീവനക്കാരുമുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ വാടകയും അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ശമ്പളവുമൊക്കെ ഈ അഞ്ചപ്പം ട്രസ്റ്റും അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള നിരവധി ആളുകളും ചേർന്നാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വളരെ മികച്ച രീതിയിൽ
പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ അഞ്ചപ്പത്തിന് ചങ്ങനാശ്ശേരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ 2024 സ്നേഹദീപ്തി പുരസ്കാരവുമൊക്കെ ലഭിക്കുകയുണ്ടായി. മദ്യവും മയക്കുമരുന്നും ആത്മഹത്യയും കൊലപാതകവും മാത്രമല്ല കേരളത്തിലെ വാർത്തകൾ. നമുക്ക് ചുറ്റും നിരവധി നല്ല മനുഷ്യരൂടിയുണ്ട്. അതായത് മനുഷ്യരിൽ ഈശ്വരനെ കാണുന്ന നിരവധി ആളുകൾ. ഒരുപക്ഷെ ഈ ഭൂമി നശിക്കാതെ ഈ ഭൂമിയെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ഇതുപോലുള്ളവരുടെ സാന്നിധ്യമാണ്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.